ഞാനിപ്പോൾ പറയുന്നത് ക്രൂവൽറ്റി ബൈ വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്ന് ഏൽക്കുന്ന പീഡനം. ബന്ധത്തിൽ നിന്ന് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഭാര്യയിൽ നിന്ന് മാനസിക പീഡനം ഏൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഈ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് അനുകൂലമായിട്ടായിരിക്കും മിക്ക കേസുകളും. അത് സ്വാഭാവികമാണ്. പോലീസ് സ്റ്റേഷനിലായാലും നമുക്കറിയാം സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന. എല്ലാ പ്രശ്നങ്ങൾക്കും ഭർത്താവും ഭാര്യയും ഒരുപോലെ ഉത്തരവാദിയാണ്. You are watching India's first NGO television, Malanadu TV, India. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് അനിത നായർ. വ്യത്യസ്തമായ ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. വിഷയം ഇതാണ്: ഭാര്യയിൽ നിന്ന് ഏൽക്കുന്ന മാനസിക പീഡനം. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, ഭാര്യയിൽ നിന്ന് ആർക്കാണ് പീഡനം ഏൽക്കുന്നതെന്ന്? ഭർത്താവിന് അല്ലെങ്കിൽ പുരുഷന്. അതായത് ഇന്നത്തെ വിഷയം പുരുഷന്മാർക്ക് വേണ്ടിയുള്ള നിയമമാണ്. പീഡനം അനുഭവിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്ന് സമൂഹത്തിലുണ്ട്. ഈ പുരുഷന്മാർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ മാനസിക പീഡനം ഭീഷണിയാണ്. നിസ്സാര കാര്യങ്ങൾക്ക് പോലും എല്ലാ കുടുംബങ്ങളിലും ഭീഷണിയാണ് പുരുഷന്മാർക്കെതിരെ. 498A ആണ് കൂടുതൽ പീഡന കേസുകളും വരാറുള്ളത്. 498A എന്ന് പറഞ്ഞാൽ സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് സ്ത്രീധനത്തിൻ്റെ പേരിൽ പീഡിപ്പിച്ചു, പിന്നെ ഭർത്താവിൻ്റെ വീട്ടുകാർക്കെതിരെ ഫേക്ക് കംപ്ലൈൻറ്റ് കൊടുക്കുക, അങ്ങനെ നിരവധി കാരണങ്ങൾ. നമ്മുടെ വീട്ടിലേക്ക് വിവാഹം ചെയ്തു വരുന്ന മകൾ സ്വന്തം മകളായി കണ്ട് മകളെ വഴക്ക് പറയുന്നത് പോലെ നിസ്സാരമായി എന്തെങ്കിലും പറഞ്ഞാൽ പോലും അത് കംപ്ലൈൻ്റായി ഫയൽ ചെയ്യുന്നുണ്ട്. സമൂഹത്തിൽ മാനസിക പീഡനം, ശാരീരിക പീഡനം എന്നിവ ഏറെ അനുഭവിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. അപൂർവം പുരുഷന്മാർ മാത്രമേ ഇത്തരത്തിൽ മാനസിക പീഡനം അനുഭവിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ പറയുന്നത് ക്രൂവൽറ്റി ബൈ വൈഫ് എന്ന് പറഞ്ഞാൽ ഭാര്യയിൽ നിന്ന് ഏൽക്കുന്ന പീഡനം. അതിനായി പുരുഷന്മാർക്ക് ബഹുമാനപ്പെട്ട കോടതി ഏതൊക്കെ തരത്തിലാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതെന്ന് പറയാം. ബന്ധത്തിൽ നിന്ന് യാതൊരു വിധത്തിലും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല, ഭാര്യയിൽ നിന്ന് മാനസിക പീഡനം ഏൽക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാം. ഈ പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ സ്ത്രീക്ക് അനുകൂലമായിട്ടായിരിക്കും മിക്ക കേസുകളും. അത് സ്വാഭാവികമാണ്. പോലീസ് സ്റ്റേഷനിലായാലും നമുക്കറിയാം സ്ത്രീകൾക്കാണ് കൂടുതൽ പരിഗണന. പക്ഷേ പുരുഷന്മാർക്കും ന്യായമായ പരിഗണന ലഭിക്കും. ടോക്സിക് റിലേഷൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായും നിങ്ങൾക്ക് വിട്ടുമാറാം. ബഹുമാനപ്പെട്ട കോടതി റീസെൻ്റായി ഒരു ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2021 മെയ് 21 അതായത് ഭർത്താവ് താഴെ കോടതിയിൽ ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തു. ഡിവോഴ്സ് ലഭിച്ചില്ല. അദ്ദേഹം അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു. അതിനെക്കുറിച്ച് ബഹുമാനപ്പെട്ട കോടതി വ്യക്തമായി പറയുന്നത്, ബഹുമാനപ്പെട്ട കോടതി കണ്ടെത്തിയത് കുട്ടിയെ ഭർത്താവിൽ നിന്നും, അതായത് കുട്ടിയുടെ അച്ഛനിൽ നിന്നും മാറ്റി നിർത്തുന്നു. കുട്ടിയെ ഭർത്താവിൽ നിന്ന് മാറ്റിയത് ആ കുഞ്ഞിനോട് അച്ഛനെതിരെ മോശമായി പറഞ്ഞിട്ടാണെന്ന് കോടതി കണ്ടെത്തി. സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കാനുള്ള അവകാശം അച്ഛനും കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് ബഹുമാനപ്പെട്ട കോടതി ഡിവോഴ്സ് ഗ്രൗണ്ടായി കണ്ടത്. പിന്നെ എല്ലാ കുടുംബങ്ങളിലും കണ്ടുവരാറുള്ള ഒരു കാര്യമാണ് സംശയത്തിൻ്റെ പേരിൽ നിരന്തരം വഴക്ക്, അതുപോലെ അച്ഛനെ അമ്മയെ സംരക്ഷിക്കുന്നതിനെ കുറിച്ച് വഴക്ക്. ഇതെല്ലാം ഒരു മെൻ്റൽ ക്രൂവൽറ്റിയാണ്, ഡിവോഴ്സിൻ്റെ ഒരു ഗ്രൗണ്ടാണ്. നിങ്ങൾ തമ്മിൽ യോജിക്കാനായില്ലെങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതിനെ കുഞ്ഞുങ്ങളെ ഒരിക്കലും ബലിയാടാക്കരുത്. എല്ലാ പ്രശ്നങ്ങൾക്കും ഭർത്താവും ഭാര്യയും ഒരുപോലെ ഉത്തരവാദിയാണ്. സന്തോഷവും സമാധാനമായിട്ടുള്ള കുടുംബജീവിതം, അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുകൊടുത്തും ക്ഷമിച്ചും പരസ്പര സ്നേഹത്തോടും ഒരു കുടുംബജീവിതം എല്ലാവരും നടത്തണം. ഈ ജന്മം നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ. അത് പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. പ്രശ്നമുണ്ടായാൽ ഒരു നിസ്സാര പ്രശ്നമായിരിക്കും, അത് ഒരുപാട് വലുതാക്കാതെ അപ്പോൾ തന്നെ പരിഹരിച്ച് ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് വിള്ളലുകളും കോട്ടങ്ങളും ഒന്നും സംഭവിക്കാതെ ബന്ധങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിയമപരമായ സംശയങ്ങൾക്കും നീതി നിഷേധങ്ങൾക്കും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ നമ്പർ 9495605834. അടുത്ത ഒരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. You are watching India's first NGO television, Malanadu TV, India.